എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മെയിൻ എക്സാമിൻ്റെ പേപ്പറാണ്. അതിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പറയേണ്ടത്, കാരണം പ്രൊവിഷണൽ ആൻസർ കീ എങ്ങനെയാണ് വന്നിരിക്കണതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത് ചെയ്യണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ്? ആൻസർ എന്താണ് കൊടുത്തിരിക്കുന്നത്? ദാമോദര ചാക്യാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഹിഷ്കൃത് ഭാരത് എന്ന ജേർണൽ ആരംഭിച്ചത് ആരാണ്? ആൻസർ എ, BR അംബേദ്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിപ്ലവ കാലത്ത് ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ആൻസർ സി, സമാധാനം, ഭൂമി, അപ്പം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ സുരക്ഷാ സേന NSG ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ ബി, ആഭ്യന്തര മന്ത്രാലയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് മർദ്ദ വലയത്തിലാണ് ശാന്തമായ വായുചലനങ്ങളുള്ള പ്രദേശമായ ഡോൾഡ്രംസ് കാണപ്പെടുന്നത്? ആൻസർ ബി, ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദ വലയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന നദികൾ പരിഗണിക്കുക. ശരാവതി, തപ്തി, നർമ്മദ, വൈഗ. വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ തിരഞ്ഞെടുക്കുക. ആൻസർ പറയണത് ബി ആണ്, തപ്തിയും നർമ്മദയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതാണ്? ആൻസർ സി, പീച്ചി ജലസേചന പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാൻഷു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? ആൻസർ സി, ആക്സിയം ദൗത്യം 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതിയും അതിന്റെ ലക്ഷ്യവും തമ്മിൽ ശരിയായ പൊരുത്തമില്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇതില് ഏതാണ് ആൻസർ കറക്റ്റ് അല്ലാത്തത്? 10ാം പദ്ധതി വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷന്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിന്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നത്? ആൻസർ ബി ആണ്, സഹകരണ ഫെഡറലിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താഴെത്തട്ടിൽ നിന്നുള്ള ആസൂത്രണ സമീപനമാണ് നീതി ആയോഗ് പിന്തുടരുന്നത്. അതേസമയം ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു മാതൃകയാണ് പിന്തുടരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്ത് മൂലധന വസ്തുക്കളുടെ GST നിരക്ക് എത്രയാണ്? ആൻസർ ഡി, 18%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ ഏതാണ്? ആൻസർ ബി, പഞ്ചാബ്, ഹരിയാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭരണപരമായ അതിരുകടപ്പ് തടയുന്നതിനായി കേരളം നിയുക്ത നിർമ്മാണത്തിന്റെയും ഉപയോഗത്തിന്റെയും നിലവിലുള്ള ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പ്രാപ്തമാകുന്ന നിയമത്തിന്റെ പരിധി കവിയുന്ന എല്ലാ എക്സിക്യൂട്ടീവ് റൂൾ മേക്കിങ്ങും പരിശോധിക്കുവാൻ കേരള നിയമസഭയുടെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. കേരളത്തിലെ നിയുക്ത നിയമനിർമ്മാണത്തിന്റെ ജുഡീഷ്യൽ അവലോകനം നടപടി ക്രമപരമായ ക്രമക്കേടുകളിൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. നിയമത്തിന്റെ ഗുണങ്ങളിലോ നയപരമായ ഉള്ളടക്കത്തിലോ അല്ല. നിയമസഭയ്ക്ക് മുമ്പാകെ എല്ലാ പ്രധാന നിയുക്ത നിയമനിർമ്മാണങ്ങൾക്കും നടപടിക്രമം സ്ഥാപിക്കൽ എന്ന ആവശ്യകത കേരള ഹൈക്കോടതി സ്ഥിരമായി ശരിവച്ചിട്ടുണ്ട്. കേരളത്തിൽ നിയുക്ത നിയമനിർമ്മാണം പലപ്പോഴും പൊതുജനാഭിപ്രായത്തിനുള്ള വ്യവസ്ഥയില്ലാതെ പ്രവർത്തിക്കുന്നു. ഇത് പങ്കാളിത്ത ഭരണത്തെ
പരിമിതപ്പെടുത്തുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ വരുന്നത് 1ഉം 4ഉം മാത്രം എന്നുള്ളതാണ് പ്രൊവിഷണൽ ആൻസർ കീയിലെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദുരന്ത നിവാരണത്തോടുള്ള കേരളത്തിന്റെ സമീപനം ബഹുതല സ്ഥാപന ഘടകത്തെയും വികസന ആസൂത്രണവുമായുള്ള സംയോജനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഭരണ സ്ഥാപനങ്ങളെയും അവയുടെ റോളുകളെയും കാണിക്കുന്ന താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക. അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത നിവാരണത്തിൽ പങ്ക്, ജില്ലാ തല പ്രതികരണ പദ്ധതികൾ അനുമതി നൽകുന്നതിനുള്ള അന്തിമ അധികാരം, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കളക്ടർ നയിക്കുകയും പ്രാദേശിക തന്ത്രങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇതില് താഴെ പറയുന്നവയിൽ ഏതാണ് അധികാരികളുടെ റോളുമായി ശരിയായ പൊരുത്തം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായ ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ആൻസർ എന്താണ് വരിക? സി ആണ് കേട്ടോ. ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂവുടമസ്ഥയെ ഇല്ലാതാക്കി, പക്ഷേ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായി സംയോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ പ്രവർത്തനങ്ങളെയും പരിമിതികളെയും പരാമർശിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതില് ആൻസർ എന്താണ് വരിക? KSBPB ധനകാര്യ വകുപ്പിൽ നിന്ന് അതായത് 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒന്നല്ല, 2ഉം 3ഉം ആണ് കേട്ടോ. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. KSBBയുടെ ഉപദേശക പങ്കാളിത്ത ആസൂത്രണം ഉറപ്പാക്കുന്നു, പക്ഷേ അത് നടപ്പിലാക്കുന്നതിനുള്ള നിയമപരമായ അധികാരങ്ങളെ തകർക്കുന്നു. KSBBയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്ന് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളെ സംസ്ഥാനത്തിന്റെ വാർഷിക പദ്ധതികളുമായി യോജിപ്പിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിന്റെ ഗവേണൻസ് സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന തലത്തിൽ അതിന്റെ ആപേക്ഷിക വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്? ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്താണ് വരിക? 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം 4ഉം. അതായത് വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയകളുമായി ഗവേണൻസിന്റെ സംയോജനം, ഇൻഫർമേഷൻ കേരള മിഷൻ പോലുള്ള സ്വയംഭരണ ഏജൻസികളിൽ നിന്നുള്ള ശക്തമായ സാങ്കേതിക പിന്തുണ, പൗരസേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സജീവ പങ്കാളിത്തം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2024 കേരള സർക്കാർ കാലാവസ്ഥ പ്രതിരോധ കേരള ഇനീഷ്യേറ്റീവ് ആരംഭിച്ചു. ഇത് സംസ്ഥാനത്തിന്റെ ദുരന്ത സാധ്യത കുറയ്ക്കൽ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു. കേരളത്തിന്റെ ഭരണത്തിന്റെയും ആസൂത്രണ സംവിധാനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തെ പറ്റി താഴെ പറയുന്ന സവിശേഷതകളിൽ ഏതാണ് ശരിയായി വിവരിക്കുന്നത്? ആൻസർ ഏതാണ് വരിക? 1ഉം 3ഉം 4ഉമാണ് കേട്ടോ.
പ്രൊവിഷണൽ ആൻസർ കീ ആണ് പറയുന്നത്. കാലാവസ്ഥ പൊരുത്തപ്പെടുത്തൽ തന്ത്രങ്ങളെ ഇത് നേരിട്ട് തദ്ദേശ സ്വയംഭരണ പദ്ധതികളിലേക്ക് സംയോജിപ്പിക്കുന്നു. ദുരന്ത സാധ്യതയുള്ള മേഖലകൾക്കുള്ള നീർത്തട അധിഷ്ഠിത വികസനത്തിനും പ്രകൃതി അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾക്കും ഇത് ഊന്നൽ നൽകുന്നു. ജില്ലാതല ആസൂത്രണത്തിൽ കാലാവസ്ഥാ ദുർബലതാ സൂചികതയുടെ ഉപയോഗം ഇത് നിർബന്ധമാക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ആൻസർ. എന്താണ് വരുന്നത്? 1ഉം 2ഉം ആണ് കേട്ടോ. ഹരിതഗൃഹ വാതക ഉദ്വമനം കുറയ്ക്കുന്നതിന് അതിന്റെ കക്ഷികളെ പ്രതിജ്ഞാബദ്ധരാക്കുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഇത് 1997 അംഗീകരിക്കുകയും 2005 പ്രാബല്യത്തിൽ വരികയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ ഹൃദയ പേശി കോശങ്ങളുടെ ഗുണസവിശേഷതകൾ നൽകിയിരിക്കുന്നു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ എന്താണ് വരിക? 1ഉം 4ഉം ആണ് ശരിയല്ലാത്തത് കേട്ടോ. ഹൃദയ പേശി കോശങ്ങൾ ശാഖകൾ ഇല്ലാത്തവയാണ്. അവയിൽ ഒറ്റ ന്യൂക്ലിയസ് അടങ്ങിയിരിക്കുന്നു. പിന്നെന്താണ്? ഇന്റർകലേറ്റഡ് ഡിസ്ക് നേർത്തതും ഒറ്റ മെംബ്രനസ് ഘടനയുള്ളതുമാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിറ്റാമിനുകളും അവയുടെ കുറവ് മൂലവും ഉണ്ടാകുന്ന രോഗങ്ങളും അടങ്ങിയ താഴെ പറയുന്ന പട്ടിക പരിഗണിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന കോമ്പിനേഷനുകളിൽ ഏതാണ് ശരി? ആൻസർ എ ആണ്. തയാമിൻ എന്ന് പറയുന്നത് ബെറിബെറി. പിന്നെന്താണ്? കാൽസിഫെറോൾ എന്ന് പറയുന്നത് റിക്കറ്റുകൾ. റെറ്റിനോൾ എന്നുള്ളത് റെറ്റിനോൾ നെക്ടലോപ്പിയ. വിറ്റാമിൻ സി എന്നുള്ളത് എന്താണ്? സ്കർവി. നിയാസിനാമൈഡ് എന്ന് പറയുന്നത് പെല്ലഗ്ര. അപ്പൊ എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അമിനോ ആസിഡുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഏതാണ് വരിക? 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഗ്ലൈസിൻ ഏറ്റവും ചെറിയ അമിനോ ആസിഡ് ആണ്. സിസ്റ്റീൻ, മെഥിയോനിൻ എന്നിവ സൾഫർ അടങ്ങിയ അമിനോ ആസിഡുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രമേഹത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. ദീർഘകാലത്തേക്ക് ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കാണപ്പെടുന്ന ഒരു ഉപാപചയ വൈകല്യമാണ് പ്രമേഹം. പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂൺ നാശം മൂലമാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാല അസർ രോഗം മൂലമുണ്ടാകുന്നത് എന്താണ്? ലീഷ്മാനിയ ഡോണോവാനി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇതിലേതാണ് ഓപ്ഷൻ? കറക്റ്റ് ഓപ്ഷൻ മേൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ്. ഓൾ ഓഫ് ദ എബവ്. നയനാമൃതം 2 കേരള സർക്കാരിന്റെ ഒരു AI പവർ നേത്ര പരിശോധന സംരംഭമാണ്. ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുലർ ഡിജനറേഷൻ തുടങ്ങിയ രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ആദ്യത്തെ സർക്കാർ AI സഹായത്തോടെയുള്ള സ്ക്രീനിംഗ് പ്രോഗ്രാമാണിത്. റെമിഡിയോയുടെ AI സാങ്കേതികവിദ്യ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി സൗകര്യം, കാര്യക്ഷമത, ചെലവ്, ഫലപ്രാപ്തി എന്നിവ വർദ്ധിപ്പിക്കുന്ന നയനാമൃതം 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഇനി മാത്സ് ആണ് കുറച്ച്. എക്സും വൈയും നെഗറ്റീവ് അല്ലാത്ത പൂർണ്ണസംഖ്യകളാണ് എങ്കിൽ 5x + 8y എന്ന രൂപത്തിൽ ഇല്ലാത്ത ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ആൻസർ സി ആണ് പറഞ്ഞിരിക്കുന്നത്, 27 എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്ക് ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും, ബിക്ക് അത് ജോലി 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ബി 5 ദിവസം കൊണ്ട് ജോലി ആരംഭിക്കുകയും തുടർന്ന് എ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുന്നു. എ എത്ര ദിവസം ജോലി ചെയ്തു? ആൻസർ ഡി ആണ് പറഞ്ഞിരിക്കുന്നത്, 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 72 km/മണിക്കൂർ വേഗതയിൽ ഓടുന്നു. ഒരേ ദിശയിൽ 6 km/മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരാളെ മറികടക്കാൻ എത്ര സമയം എടുക്കും? ആൻസർ എ ആണ്, 8.2 സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബി എന്നീ രണ്ട് പട്ടണങ്ങൾ 120 കിലോമീറ്റർ അകലത്തിലാണ്. ഒരു കാർ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ 55 km/h വേഗതയിൽ ആരംഭിക്കുന്നു. അതേസമയം മറ്റൊരു കാർ ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 45 km/h വേഗതയിൽ ആരംഭിക്കുന്നു. അവ എപ്പോൾ കണ്ടുമുട്ടും? ആൻസർ ബി ആണ്, 72 മിനിറ്റിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ജാമിതീയ പ്രോഗ്രഷന്റെ ആദ്യ 3 പദങ്ങളുടെ ആകെ തുക 21 അവയുടെ ഗുണനഫലം 216 ആണെങ്കിൽ പൊതു അനുപാതം എത്ര? ആൻസർ ഡി ആണ്, 2 എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടുപിടിക്കുക. 36, 49, 64, 81. ആൻസർ ബി ആണ്, 49. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലയണിനെ PNKQ ആയി കോഡ് ചെയ്താൽ ടൈഗറിന്റെ കോഡ് എന്തായിരിക്കും? ആൻസർ സി ആണ്, TVKIG. സിംഹം മാംസഭോജി ആണെങ്കിൽ പശു എന്തായിരിക്കും? എന്താണ്? സസ്യഭുക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സാധാരണ ക്ലോക്കിൽ പുലർച്ചെ 3:45 മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ്? ആൻസർ എ ആണ്, 157.5. ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മള് ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലില് മാത്സിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരുവിധം 2017 മുതലോ 15 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെല്ലാം വർക്ക്ഡ് ഔട്ട് ആണ്. അപ്പൊ അത് നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ മാത്സിന്റെ പാർട്ട് നിങ്ങൾക്ക് എന്തായാലും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 17⁻103 അതായത് 17⁻103 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? ഇത് വേഗത്തിൽ ചെയ്യാനുള്ള എളുപ്പ വഴിയുണ്ട്, അത് നോക്കി പഠിച്ചാൽ മതി. കാരണം 17⁴ വരുമ്പോൾ നമുക്ക് അതായത് 7 × 7 49 ആവും. പിന്നെ 9 × 7 63 ആവും. 63 × 7 ഒറ്റയുടെ സ്ഥാനത്ത് 1 ആണ് വരിക അല്ലെ. അപ്പൊ 17⁴ എന്ന് പറയുമ്പോൾ 1 mod 5 ആണ് വരിക അല്ലെ. 1 mod 5 ആണ് വരിക. അപ്പൊ ഇനി ഇതിനെ നമുക്ക് പവറിലേക്ക് ആക്കണം വെച്ചെങ്കിൽ ⁴ അല്ലേ വരിക. അപ്പൊ 25 കഴിഞ്ഞാൽ 100 കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? 17⁻3 ആണ് പിന്നെ ബാക്കിയുള്ളത്. ആ 17⁻3ന്റെ ലാസ്റ്റ് എന്താണ് വരിക എന്ന് നോക്കിയാൽ മതി. കാരണം 17⁻3 എന്ന് പറയുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് എന്ത് വരും? ആദ്യത്തേല് 17 × 17 വരുമ്പോ ഒറ്റയുടെ സ്ഥാനത്ത് 9 വരും അല്ലെ. 7 7 49 9 വരും. പിന്നെ അടുത്തതില് × 17 വരുമ്പോഴോ 9 × 7 63 വരും. അപ്പൊ 3 ആണ് ശിഷ്ടം വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമ്മതമില്ലാതെ ഡാഷിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒരു കുട്ടിയെ പ്രലോഭിപ്പിക്കുന്നയാൾ തട്ടിക്കൊണ്ടുപോകലിന് കാരണക്കാരനായി കണക്കാക്കപ്പെടുന്നു.
ആൻസർ ഡി ആണ് നിയമപരമായ രക്ഷാധികാരി. താഴെ പറയുന്നവയിൽ ഏതാണ് വ്യക്തിയെ കടത്തൽ കുറ്റകൃത്യത്തിന്റെ ഘടകമല്ലാത്തത്? ആൻസർ ബി സമ്മതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാനസികാവസ്ഥ തകരാറിലായതിനാൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ലെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ഭ്രാന്തിനെതിരെ പ്രതിരോധം നൽകാവുന്നതാണ്. ആൻസർ ഡി, എ, ബി അല്ലെങ്കിൽ സി. പ്രവൃത്തിയുടെ സ്വഭാവം അയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന്, അയാൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് പിന്തുടരൽ കുറ്റത്തിന് കീഴിൽ വരാത്തത്? ഏതാണ്? ഒരു സ്വകാര്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചിത്രം പകർത്തൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വകാര്യ പ്രതിരോധത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ എന്താണ് വരുന്നത്? 2, 3, 4 ആണ് ശരിയായിട്ടുള്ളത്. ശരീരത്തിനും സ്വത്തിനും ഹാനികരമായ കാര്യങ്ങളിൽ സ്വകാര്യ പ്രതിരോധം ലഭ്യമാണ്. പൊതു അധികാരികളുടെ സംരക്ഷണം തേടാൻ സമയമില്ലാത്തപ്പോൾ മാത്രമേ സ്വകാര്യ പ്രതിരോധം ലഭ്യമാകൂ. മാനസികാവസ്ഥയില്ലാത്ത വ്യക്തികൾക്കെതിരെ സ്വകാര്യ പ്രതിരോധം ലഭ്യമാണ്. BNSS വ്യവസ്ഥകൾ പ്രകാരം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ കുറ്റസമ്മതങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ സി ആണ്. കുറ്റസമ്മതം രേഖപ്പെടുത്തിയ ശേഷം വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ അയക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാറണ്ട് കേസ് എന്താണ്? വാറണ്ട് കേസ് എന്നാൽ എന്താണ്? വധശിക്ഷ, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യം. അതാണ് വാറണ്ട് കേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. FIRന് സാധുവായ ആവശ്യകതയല്ല. എന്ത്? കുറ്റകൃത്യത്തിന് ഇരയായയാൾ അത് നൽകണം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം അറിയപ്പെടുന്നതോ അറിയാത്തതോ ആയ ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തുവെന്ന് ആരോപിച്ച് ഒരു മജിസ്ട്രേറ്റിന് വാമൊഴിയായോ രേഖാമൂലമോ നൽകുന്ന ഏതൊരു പ്രസ്താവനയെയും അറിയപ്പെടുന്നത് എന്താണ്? പരാതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ ഏതാണെന്ന് അറിയാവുന്ന ഒരാൾക്ക് അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ പോലീസ് ഉദ്യോഗസ്ഥനോ വിവരം നൽകേണ്ട ബാധ്യതയുണ്ട്? വ്യാജ നാണയങ്ങൾ നിർമ്മിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാരതീയ സാക്ഷ്യ അധിനിവേശം 2023 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഏതാണ് വരിക? കോടതി അനുവദിച്ച വാമൊഴി പ്രസ്താവനകളും ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടുത്തിയുള്ള രേഖകളും തെളിവിൽ ഉൾപ്പെടുന്നു. ഒരു സഹപ്രതിയുടെ കുറ്റസമ്മതം അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ബി ആണ്. ബിയും ഐയും സിയെ കൊലപ്പെടുത്തി എന്ന എയുടെ കുറ്റസമ്മതം എയും ബിയും സംയുക്തമായി കുറ്റം ചുമത്തിയാൽ മാത്രമേ ബിക്കെതിരെ ഉപയോഗിക്കാൻ കഴിയൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിയമസാധുത പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു കേസിൽ ബിയുടെ നിയമാനുസൃത മകനാണെന്ന് എ അവകാശപ്പെടുന്നു. ബിയുടെ സഹോദരങ്ങളും കസിൻസും എയെ ബിയുടെ മകനായി സ്ഥിരമായി പരിഗണിച്ചിരുന്നുവെന്ന് കോടതി കരുതുന്നു. ഭാരതീയ സാക്ഷ്യ അധിനിവേശം 2023 പ്രകാരം ഈ തെളിവിന്റെ സ്വീകാര്യതയെ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ബന്ധത്തെക്കുറിച്ച് പ്രത്യേക അറിവുള്ള കുടുംബാംഗങ്ങളുടെ പെരുമാറ്റം അത്തരമൊരു ബന്ധത്തിന്റെ നിലനിൽപ്പ് കാണിക്കുന്നതിന് പ്രസക്തമാണ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അതിർത്തി തർക്കത്തിൽ ഒരു കക്ഷി സർക്കാർ പുറത്തിറക്കിയ ഒരു ഭൂപടത്തെ ആശ്രയിക്കുന്നു.
അത് 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള വിഭജനം കാണിക്കുന്നു. 2023 ഭാരതീയ സാക്ഷി അധിനിവേശത്തിലെ സെക്ഷൻ 30 പ്രകാരം കോടതി ഈ ഭൂപടത്തെ എങ്ങനെ പരിഗണിക്കും? ആൻസർ എ. പൊതുവിൽപ്പനയ്ക്കായി സാധാരണമായി വാഗ്ദാനം ചെയ്യുന്ന പ്രസിദ്ധീകരിച്ച ചാർട്ടുകളിൽ നടത്തിയ പ്രസ്താവനകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഭൂപടം ഒരു പ്രസക്തമായ വസ്തുതയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതി കൊലപാതക ആയുധത്തിന്റെ സ്ഥാനം വെളിപ്പെടുത്തുന്നു. പരാമർശിച്ച സ്ഥലത്ത് നിന്ന് പോലീസ് ആയുധം വീണ്ടെടുക്കുന്നു. പ്രതിയുടെ മൊഴിയുടെ ഏത് ഭാഗമാണ് ഭാരതീയ സാക്ഷി അധിനിവേശം 2023 പ്രകാരം കോടതിയിൽ സ്വീകാര്യമാകുന്നത്? ആൻസർ ബി. കണ്ടെത്തിയ വസ്തുവുമായി വ്യക്തമായി ബന്ധപ്പെട്ട പ്രസ്താവനയുടെ ഭാഗം മാത്രം. വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയ വിവരങ്ങളുടെ വിഭാഗങ്ങളെ വിവരാവകാശ നിയമത്തിലെ ഏതു വകുപ്പാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ബി. സെക്ഷൻ 8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 9 പ്രകാരം ഒരു വിവര അപേക്ഷ ഡാഷ് ആണെങ്കിൽ നിരസിക്കുന്നു. ഇത് പകർപ്പവകാശത്തെ ലംഘിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 പ്രധാന ഫോക്കസ് എന്തായിരുന്നു? ആൻസർ സി. മൂന്നാം കക്ഷി വിവരങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക്സഭയിൽ സ്പീക്കറുടെ വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഡി. ആർട്ടിക്കിൾ 100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 101 പ്രകാരം ഒരു പാർലമെന്റ് അംഗം എത്ര ദിവസം ഹാജരായില്ലെങ്കിൽ അവരുടെ സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നതായി പ്രഖ്യാപിക്കാം? ആൻസർ ബി. 60 ദിവസം. 101 ഭരണഘടനാ ഭേദഗതി പ്രകാരം ചേർത്ത ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് GST കൗൺസിൽ രൂപീകരിച്ചത്? ആൻസർ സി. ആർട്ടിക്കിൾ 279A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയെയോ ഇരുസഭകളെയോ അഭിസംബോധന ചെയ്യാൻ കഴിയുക? ആൻസർ ബി. ആർട്ടിക്കിൾ 86. അടിയന്തരാവസ്ഥ കാലത്ത് വെട്ടിക്കുറച്ച മൗലിക അവകാശങ്ങളുടെ ജുഡീഷ്യൽ അവലോകനത്തിന്റെ അധികാരം പുനഃസ്ഥാപിച്ചത് താഴെ പറയുന്ന ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? ആൻസർ എ. 44ാം ഭേദഗതി. ആർട്ടിക്കിൾ 106 പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം നിർണയിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ സി. നിയമപ്രകാരം പാർലമെന്റ്. 105ാം ഭരണഘടനാ ഭേദഗതി ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ സി. OBCകളെ തിരിച്ചറിയുവാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സെൻസിറ്റീവ് ആയ വ്യക്തിഗത ഡാറ്റകളോ വിവരങ്ങളോ കേന്ദ്ര സർക്കാർ താഴെ പറയുന്നവയിൽ ഏതെങ്കിലും ഒന്നുമായി കൂടിയാലോചിച്ച് നിർദ്ദേശിക്കേണ്ടതാണ്? ആൻസർ എ. ഉചിതമെന്ന് കരുതുന്ന പ്രൊഫഷണൽ സ്ഥാപനങ്ങളോ അസോസിയേഷനുകളോ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ലിസ്റ്റ് 1 ലിസ്റ്റ് 2 പൊരുത്തപ്പെടുത്തുക. ആൻസർ എ ആണ്. സെക്ഷൻ 66C എന്നുള്ളത് മോഷണം തിരിച്ചറിയുക. പിന്നെ സെക്ഷൻ 66D എന്നുള്ളത് എന്താണ്? ആൾമാറാട്ടം വഴിയുള്ള വഞ്ചന. സെക്ഷൻ 66E എന്നുള്ളത് എന്താണ്? സ്വകാര്യതയുടെ ലംഘനം. സെക്ഷൻ 66F എന്നുള്ളതോ സൈബർ ഭീകരത. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ ഇവയാണ്. ആൻസർ ബി. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും.
ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിയുടെ പേരെന്താണ്? ഡിജിറ്റൽ റുപ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ഏത് ഷെഡ്യൂളാണ് ഇലക്ട്രോണിക് ഒപ്പുകൾക്കുള്ള ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾ വ്യക്തമാക്കുന്നത്? ആൻസർ ബി, 2ാം ഷെഡ്യൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മൊബൈൽ വരിക്കാരനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന IMSI നമ്പറിൽ എത്ര അക്കങ്ങളുണ്ട്? ആൻസർ സി, 15 അക്കങ്ങൾ. ഇന്റർനെറ്റ് മൊബൈൽ സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ GPS എന്ന ചുരുക്കെഴുത്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ എ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. താഴെ പറയുന്നവയിൽ ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്സ് ഒരു വകഭേദം ഏതാണ്? ആൻസർ എ, DDoS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൽ കൃത്രിമം കാണിക്കുന്നതിനെ കുറിച്ചുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വകുപ്പ്? ആൻസർ ഡി, സെക്ഷൻ 65. താഴെ പറയുന്ന കേസുകളിൽ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ATM സ്വന്തമായി ഒരു കമ്പ്യൂട്ടർ അല്ലെന്നും ATMകൾ ഉപയോഗിക്കുന്ന വ്യക്തി ആവശ്യപ്പെടുന്ന ജോലികൾ നിർവഹിക്കുന്ന ഒരു കമ്പ്യൂട്ടറുമായി ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും നിരീക്ഷിച്ചു? ആൻസർ എ ആണ്, ഡൈബോൾഡ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ്, വാണിജ്യ നികുതി കമ്മീഷണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് നവ ഫ്രോയിഡിയനാണ് സാമൂഹിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ലൈംഗിക പ്രേരണകളിലൂടെ ഫ്രോയിഡിന്റെ ശ്രദ്ധ കുറയ്ക്കുകയും ചെയ്തത്? ആൻസർ സി, ആൽഫ്രഡ് അഡ്ലർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ പൈ പ്രതിഭാസത്തെ പഠിച്ചുകൊണ്ട് ഇത് വിശദീകരിക്കുന്നു? ആൻസർ സി, ചലനം സംഭവിക്കാത്തപ്പോഴും നമ്മൾ ചലനം മനസ്സിലാക്കുന്നു. പ്രകടനം കുറയുമ്പോൾ ടാസ്ക് സ്വിച്ചിങ് ചെലവുകൾ സംഭവിക്കുന്നു. കാരണം? ആൻസർ ബി, ജോലികൾക്കിടയിൽ ശ്രദ്ധ മാറ്റൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോസസ്സിംഗ് സിദ്ധാന്തത്തിന്റെ തലങ്ങൾ വാദിക്കുന്നത് മെമ്മറി നിലനിർത്തൽ ഇവ ആശ്രയിച്ചിരിക്കുന്നു? ആൻസർ ബി, വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതിന്റെ ആഴം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലിൻ പ്രഭാവം എന്താണ്? ആൻസർ എ, കാലക്രമേണ ശരാശരി IQ സ്കോറുകളിൽ കാണപ്പെടുന്ന വർധനവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സാമൂഹിക പരിപാടിയിൽ ഒരു വ്യക്തി അറിയാതെ തന്നെ മറ്റുള്ളവരുടെ പുഞ്ചിരിയും ചിരിയും പ്രതിഫലിപ്പിക്കുന്നു. ഇത് പങ്കിട്ട പോസിറ്റീവ് വികാരങ്ങളിലേക്ക് നയിക്കുന്നു. ഇതിന് ഒരു ഉദാഹരണമാണ് വൈകാരിക പകർച്ചവ്യാധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിക്ക് തീവ്രമായ ഭയവും പറക്കൽ ഒഴിവാക്കലും അനുഭവപ്പെടുന്നു. ഇത് അവരുടെ യാത്ര ആവശ്യമായ ജോലിയെ തടസ്സപ്പെടുത്തുന്നു. അവരുടെ തെറാപ്പിസ്റ്റ് അവരെ സഹായിക്കാൻ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഉപയോഗിക്കുന്നു. ഈ ചികിത്സ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ ബി ആണ്, വിശ്രമ വിദ്യകൾ പഠിപ്പിക്കുമ്പോൾ പറക്കലുമായി ബന്ധപ്പെട്ട ഉത്തേജകങ്ങൾക്ക് വ്യക്തിയെ ക്രമേണ വിധേയമാക്കുന്നതിലൂടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക പശ്ചാത്തലത്തിലുള്ള വിദ്യാർത്ഥികൾ മോശം പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഒരു അധ്യാപകൻ അനുമാനിക്കുകയും തൽഫലമായി അവർക്ക് കുറഞ്ഞ ശ്രദ്ധ നൽകുകയും ചെയ്യുന്നു. ഇത് മോശം പ്രകടനത്തിലേക്ക് നയിക്കുന്നു. ഇതിന് ഒരു ഉദാഹരണം? ആൻസർ എ, സ്വയം നിറവേറ്റുന്ന പ്രവചനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മധ്യവയസ്സിൽ മറ്റുള്ളവർക്ക് സംഭാവന നൽകാതെ വ്യക്തിപരമായ വിജയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. ആൻസർ എ, സ്തംഭനാവസ്ഥ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരമ്പര്യാനന്തര തലത്തിൽ ധാർമ്മിക ന്യായവാദം പ്രചോദിപ്പിക്കുന്നത് ഇവയാണ്. ആൻസർ ഡി, അടിസ്ഥാന മൂല്യങ്ങളും സാർവത്രിക തത്വങ്ങളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആണ്. Find the name of the part of speech given in bold in the given sentence from the following option. I will never follow you. ആൻസർ എന്താണ് വരിക? ആഡ്വർബ് ആണ് അല്ലെ. ഐ വിൽ നെവർ ഫോളോ. ഫോളോ എന്നതിന്റെ വിശേഷണമാണ് നെവർ എന്നുള്ളത് അല്ലെ. ഐ വിൽ നെവർ ഫോളോ യു, അത് ആഡ്വർബ് ആയിട്ടാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് ദ given sentences by choosing the suitable verb form from the following option. The girls and boys of class 5 who have registered for the study tour have requesting for leave since yesterday. ആൻസർ എന്താ വരിക? ഹാവ് ബീൻ റിക്വസ്റ്റിംഗ് എന്ന് വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ഏതാണ് വരിക? My friend who has in Dubai came yesterday and gave me some gift. Next question, choose the correct sentences from the following. Answer A ആണ്. If you had come, I would have joined. Fill in the blank by using the correct preposition from the option. He fought dash his life the whole day. He fought for his life the whole day. Next question, use the appropriate collective noun from the option to complete the given sentence. She found dash of arrows inside the cabin. Arrows in the കൂട്ടത്തിനെ എന്താണ് പറയുക? Queue of arrows. Quuiver. Next question, how many words given below are compound words? Answer B ആണ്, all. ഐസും ക്രീമും കൂടിയ ഐസ്ക്രീം, സെയിലും ബോട്ടും കൂടിയ സെയിൽ ബോട്ട്, റെയിനും ഫാളും കൂടിയ റെയിൻഫാൾ, ബാക്കും യാർഡും കൂടിയ ബാക്ക് യാർഡ്, ഫുട്ബോള് ഫുട്ബോൾ, ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ. അപ്പോൾ ഓൾ ആണ് കേട്ടോ കോമ്പൗണ്ട് വേർഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രൈക്ക് വാസ് ഡാഷ്. ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ഫ്രം ദ ഫോളോയിങ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആൻസർ എന്താ വരിക? കോൾഡ് ഓഫ്. ദ സ്ട്രൈക്ക് വാസ് കോൾഡ് ഓഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ ഹാഡ് ടു bite the bullet during her training period. Here the idiom in bold means. Bite the bullet എന്നുള്ളതിന്റെ മീനിങ് unpleasant situation. Next question, find out the correctly spelled word from the following. Answer ACQUAINTANCE, acquaintance. നെക്സ്റ്റ് മലയാളാണ്. ചുവടി ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്? വിമ്മിട്ടമാണ് കേട്ടോ. അടിമത്തം, അടിമത്വം എന്നല്ല, അടിമത്തം. പ്രവർത്തി അല്ല, പ്രവൃത്തി. പീഡനം. ഇതില് ശരിയായിട്ടുള്ളത് വിമ്മിട്ടം മാത്രമാണ് കേട്ടോ. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ഇലയിട്ട് ചവിട്ടുക. മഹത് പ്ലസ് ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെ?
മഹത്ത് പ്ലസ് ചരിതം മഹച്ചരിതം. വണ്ട് എന്ന അർത്ഥം വരാത്ത പദമേത്? ഭൃംഗം, ഭ്രമരം, അളിയൊക്കെ വണ്ടാണ്. പീലിക എന്ന് പറഞ്ഞ വണ്ടല്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? വായിച്ചു നോക്കാം. ഇതിലേതാണ് വരിക ശരിയായ വാക്യം? വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. തോറ്റത് പഠിക്കാത്തത് കൊണ്ടാണ്. തോറ്റതിന് കാരണം എന്ന് പറയില്ല കേട്ടോ. ഏകദേശം 50 ആൾക്കാർ പ്രകടനത്തിന് വന്നു എന്ന് പറയാം, അല്ലെങ്കിൽ 50ഓളം ആൾക്കാർ പ്രകടനത്തിന് വന്നു. ഏകദേശം കഴിഞ്ഞ് 50ഓളം എന്നും പറയില്ല. കുട്ടികൾ സ്കൂൾ അടച്ചാൽ നാളെ മുതൽ കളി തുടങ്ങും. കുട്ടികൾ സ്കൂൾ അടച്ചാൽ മുതൽ കളി തുടങ്ങും, അല്ലെങ്കിൽ കുട്ടികൾ നാളെ മുതൽ കളി തുടങ്ങും എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പൊ ഇതിലെ ഏതാണ് ശരിയായ വാക്യം? വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗർഹണീയം എന്നതിന്റെ ശരിയായ വിപരീത പദമേത്? ആൻസർ ബി, സ്പൃഹണീയം. ചുവടെ തന്നിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദമേത്? ബഹുത്വം എന്ന് പറഞ്ഞ ബഹുവചനം എന്നുള്ള വിധത്തിലുള്ളത് ഏതാണെന്നാണ് പറയണത്? നമ്മൾ, നാം, നമ്മൾ അല്ലെ. അവർകൾ, ഗുരുക്കൾ, സ്വാമികൾ എന്നുള്ളതൊക്കെ ഒരാളെ തന്നെ പറയും അല്ലെ. നമ്മൾ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത്? ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. ദിക്മുഖം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ദിക്ക് പ്ലസ് മുഖം, ദിക്മുഖം. ബ്രെവിറ്റി എന്ന പദത്തിന്റെ ശരിയായ മലയാള അർത്ഥം എന്താണ്? സംക്ഷിപ്തത. സി ആണ് കേട്ടോ. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നമ്മൾ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കമന്റ് ബോക്സിൽ നമ്മൾ ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.